ഹായ്, വെൽക്കം ടു എജുവീസ് ലേണിംഗ് പ്ലാറ്റ്ഫോം. എജുവീസിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എജുവീസ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആണ്. നമുക്കറിയാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് GCC കൺട്രീസിലേക്കുള്ള എക്സാംസ് ആണ്. അതായത് പ്രോമെട്രിക് എക്സാം, സൗദി, ഖത്തർ, ഒമാൻ, അതേപോലെ തന്നെ DH, ബഹ്റൈനിലേക്കുള്ള NHRI എക്സാംസ്, കുവൈത്ത് പ്രോമെട്രിക് എക്സാം, അതേപോലെ PSLV എക്സാംസ് ആയിട്ടുള്ള DOH അല്ലെങ്കിൽ ഹാദ് എക്സാം, ഒമാൻ എക്സാം, ഈ ഒരു GCC കൺട്രീസിലേക്കുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ എക്സാംസിനൊക്കെ നമ്മുടെ MCQ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷനുള്ള രീതിയിൽ. നഴ്സിംഗിന്റെ എല്ലാ സബ്ജക്ട്സിന്റെ അകത്തുനിന്നും എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമയത്ത്, ചെറിയൊരു സമയത്ത്, പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് പഠിച്ചെടുക്കുന്നത് പോസിബിൾ അല്ല. അപ്പൊ എജുവീസിന്റെ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസിലൂടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് മാത്രം നമ്മൾ പഠിപ്പിക്കുകയും അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലേണിംഗ് ആപ്പാണ് എജുവീസ് ലേണിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന തിയറി, മോക്ക് ടെസ്റ്റുകൾ, മോക്ക് എക്സാംസുകൾ, PDF ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ്, ഇത് മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം നിങ്ങൾ ഇനി ബാക്കി പഠിക്കാനുണ്ട്, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എജുവീസ് ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഡാറ്റ ഫ്ലോ, അതേപോലെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്സ്, BLS ACLS പ്രോഗ്രാംസ്, അതേപോലെ അറ്റസ്റ്റേഷൻസ്, എല്ലാ കാര്യങ്ങളും എജുവീസിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെമോ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൽ പീഡിയാട്രിക്സിൻ്റെ അകത്ത് വരുന്ന ഒരു കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് എക്സാമിന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടീഷന്റെ പേര് എന്ന് പറയുന്നത് ഇസോഫേജൽ അട്രീഷ്യ വിത്ത് ട്രക്കിയോ ഇസോഫേജൽ ഫിസ്റ്റുല. നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടീഷനാണ്. നമുക്കറിയാം, ഈസോഫാഗസ് എന്ന് പറയുന്നത് മൗത്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലെ ഒരു പൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ആണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈ ഈസോഫാഗസ് നമുക്കറിയാം ആരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈസോഫാഗസ് സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഈസോഫേജൽ അട്രീഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഈസോഫേജൽ അട്രീഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോഫാഗസ് സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യാത്ത അവസ്ഥനെ വിളിക്കുന്ന പേരാണ് ഈസോഫേജൽ അട്രീഷ്യ എന്ന് പറയുന്നത്. അതായത് ടെർമിനേഷൻ ഓഫ് ഈസോഫാഗസ് ബിഫോർ റീച്ചിങ് ടു ദ സ്റ്റൊമക് ആണ് ഈസോഫേജൽ അട്രീഷ്യ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദ ഈസോഫാഗസ് ടെർമിനേറ്റ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക് എൻഡിങ് ഇൻ എ ബ്ലൈൻഡ് പൗച്ച് ഓർ എ ഫിസ്റ്റുല ഈസ് പ്രസന്റ് ദാറ്റ് ഫോംസ് ആൻ അൺനാച്ചുറൽ കണക്ഷൻ വിത്ത് ട്രക്കിയ. അത് ഫിസ്റ്റുലയാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു ബ്ലൈൻഡ് പൗച്ച് ആയിട്ട് ഫോം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഇതാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈസോഫാഗസ് ആരുമായിട്ട് കണക്ഷൻ ഇല്ല, സ്റ്റൊമക്കുമായിട്ട് കണക്ഷൻ ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഈസോഫേജൽ അട്രീഷ്യ. ഇത് നമ്മൾ ഇതിന്റെ ടൈപ്സിലേക്ക് പോകുന്ന സമയത്ത് ചില കണ്ടീഷൻസിൽ ഈ ഈസോഫാഗസ് സ്റ്റൊമക്കുമായിട്ട് കണക്ഷൻ ഇല്ലാതിരിക്കുകയും ഈസോഫാഗസ് ട്രക്കിയുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. അത് നമുക്കറിയാം, അബ്നോർമൽ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ കണക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പം ഈസോഫേജൽ അട്രീഷ്യ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ട്രക്കിയോ ഈസോഫേജൽ ഫിസ്റ്റുലയും കൂടി ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ടൈപ്സ് എക്സാമിന് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടൈപ്പ് A എന്ന് പറയുന്നത് ഈസോഫേജൽ അട്രീഷ്യ വിത്തൗട്ട് ട്രക്കിയോ ഈസോഫേജൽ ഫിസ്റ്റുല. ടൈപ്പ് B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോഫേജൽ അട്രീഷ്യ വിത്ത് ട്രക്കിയോ ഈസോഫേജൽ ഫിസ്റ്റുല പ്രോക്സിമൽ ടു ദ ഈസോഫാഗൽ സെഗ്മെന്റ് എന്ന് വെച്ചാൽ പ്രോക്സിമിറ്റി മുകൾ ഭാഗത്ത് കണക്ഷൻ ഉണ്ട്. ഇതാണ് പ്രോക്സിമൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഈസോഫാഗൽ അട്രീഷ്യ വിത്ത് ട്രക്കിയോ ഈസോഫാഗൽ ഫിസ്റ്റുല ടു ഡിസ്റ്റൽ സെഗ്മെന്റ് ഓഫ് ഈസോഫാഗൽ സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണക്ഷൻ ഉണ്ടാവുക, ഡിസ്റ്റൽ പാർട്ടിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ഈസോഫാഗൽ അട്രീഷ്യ വിത്ത് ട്രക്കിയോ ഈസോഫാഗൽ ഫിസ്റ്റുല ടു പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഈസോഫാഗൽ സെഗ്മെന്റ്സ്, രണ്ട് ഭാഗത്തും കണക്ഷൻ ഉണ്ടാവുക. ആൻഡ് fourth type is H type, that means tracheoesophageal fistula without atresia. അതായത് അട്രീഷ്യ ഉണ്ടാവില്ല, പക്ഷെ ഫിസ്റ്റുല ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. ചിലതിൻ്റെ അകത്ത് മുകൾ ഭാഗത്തായിരിക്കും കണക്ഷൻ, ചിലതിൻ്റെ അകത്ത് താഴെ ഭാഗത്തായിരിക്കും കണക്ഷൻ, ചിലപ്പോൾ മുകളിലും താഴെ ഭാഗത്തും കണക്ഷൻ ഉണ്ടാവും. ചിലതിൻ്റെ അകത്ത് അട്രീഷ്യ ഉണ്ടാവില്ല, ഫിസ്റ്റുല ഉണ്ടാവും. ഓക്കെ, അത് ടൈപ്സ് ഒന്നും നോക്കി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് നോക്കാം ഇതിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, അട്രീഷ്യ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്താ?
നമ്മൾ സലൈവ സ്വാളോ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. പക്ഷെ ബേബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സലൈവ സ്വാളോ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ലീഡ്സ് ടു ഫ്രോത്തി സലൈവ ഇൻ ദ മൗത്ത് ആൻഡ് നോസ്, എക്സസീവ് ഡ്രൂളിംഗ്. മൗത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യും, സ്വാളോ ചെയ്യാൻ പറ്റാത്ത സലൈവ എന്ത് ചെയ്യും, ഡ്രൂള് ചെയ്യും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ന്യൂബോൺ ബേബിയെ ഫീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ പാല്, ബ്രസ്റ്റ് മിൽക്ക് എന്ത് സംഭവിക്കും, അവിടെ ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ഈസോഫാഗസിലൂടെ ട്രക്കിയയിലേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും, ട്രക്കിയയിലേക്ക് എന്തെങ്കിലും ഫുഡ് പാർട്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അനുഭവപ്പെടും, ചോക്കിംഗ് ഉണ്ടാവും അല്ലെ. അപ്പം അവിടെയുള്ള പ്രധാനപ്പെട്ട 3 ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് കഫിംഗ്, ചോക്കിംഗ് ആൻഡ് സൈനോസിസ്. അപ്പൊ പോയിന്റ് ഓർത്തു വെക്കുക, 3 C's ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് കാണുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ ആണ് ട്രക്കിയ ഈസോഫാജിയൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 C? കഫിംഗ്, ചോക്കിംഗ് ആൻഡ് സൈനോസിസ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ റീഗർജിറ്റേഷൻ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, വയറും ട്രക്കിയും, സ്റ്റൊമക്കും ട്രക്കിയും തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത്, ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ആ എയർ ബേബിയുടെ സ്റ്റൊമക്കിലേക്ക് പോവുകയും സ്റ്റൊമക്ക് ഡിസ്റ്റന്റ് ആവുകയും ചെയ്യും. ഇനി അടുത്ത പോയിന്റ്, ഇൻക്രീസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡ്യൂ ടു അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ ആൻഡ് ആഫ്റ്റർ ഫീഡിങ്. ഒക്കെ ഈ ഒരു കാരണം കൊണ്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, സലൈവ സോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സലൈവന്റെ ഡ്രൂളിംഗ് ഉണ്ടാവും, എക്സസൈവ് ഫ്രോത്തി സലൈവ ഉണ്ടാവും. ഇനി നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് ആ പാല് ട്രക്കിയ വഴി പോകുന്നത് കൊണ്ട് തന്നെ ചോക്കിംഗ് അനുഭവപ്പെടുകയും അങ്ങനെ 3 C, കഫിംഗ്, ചോക്കിംഗ്, സൈനോസിസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും, കാരണം ഗ്യാസ് വയറിലേക്ക് പോകുന്നത് കൊണ്ട്. നാലാമത്തെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആസ്പിറേഷൻ ന്യൂമോണിയ, സ്വാഭാവികമായിട്ട് മിൽക്ക് ലങ്ങിലേക്ക് പോകുന്നതുകൊണ്ടുണ്ടാവും. അതുപോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും, RDS ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും, സർജിക്കലി നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്ത് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇതിന്റെ മാനേജ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് പ്രീ ഓപ്പറേറ്റീവ്ലി റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ മെയിൻറ്റെയിൻ NPO സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. കാരണം ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓറലി നമ്മൾ ഒരു ഫുഡ് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അതെന്താ കാരണം, ഓറലി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആസ്പിറേറ്റ് ആവും അല്ലെ. അപ്പൊ NPO സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേബിന്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IV ഫ്ലൂയിഡ്സ് ബേബിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യണം. സക്ഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഫീഡിങ് വേണം. നമുക്കറിയാം NG ട്യൂബ് ഫീഡിങ് ഇവിടെ പോസിബിൾ അല്ല, കാരണം NG ട്യൂബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റൊമക്കിലേക്ക് നമ്മൾ ഡയറക്ട്ലി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന വിളിക്കുന്നവരാണ് ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഫീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് വൈറ്റൽ സൈൻസ് മോണിറ്റർ, റെസ്പിറേറ്ററി സ്റ്റാറ്റസ്, മെയിൻറ്റെയിൻ IV ഫ്ലൂയിഡ്സ്, സ്ട്രിക്റ്റ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ടിംഗ്, ഡെയിലി വെയിറ്റ് ചെക്കിംഗ്. ഇത്രയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. ആ പോയിന്റ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ പേഷ്യന്റിന്, ബേബിക്ക് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, കീപ് ദ ബേബി ഇൻ NPO. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, കഫിംഗ്, ചോക്കിംഗ്, സൈനോസിസ് കാണുന്ന കണ്ടീഷൻ എഴുതണം. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എജുവിസിന്റെ ലേണിംഗ് ആപ്പിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന സമയത്ത് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നഴ്സിംഗിന്റെ ക്ലാസ് മാത്രമല്ല, നിങ്ങളെ കൊളീഗ്സ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അതേപോലെ തന്നെ റേഡിയോളജിസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളിലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നഴ്സിംഗിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്ലാസ്സുകൾ, അതുകൂടാതെ NCLEX RN ക്ലാസ്സുകളെല്ലാം എജുവിസിന്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.